എം ജി കോമറ്റിൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ കാർ ഡീറ്റെയിലിംഗ് ചെയ്യണം, ഗ്രഫൈൻ കോട്ടിങ് ചെയ്യണം എന്ന ആഗ്രഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ്. അതാണ് ഈ ഒരു വീഡിയോയിലോട്ട് നയിച്ച പ്രചോദനം എന്ന് പറയുന്നത്. അന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ വണ്ടി റിയർ വീൽ ഡ്രൈവാണ്. ഇത്രയും ചെറിയൊരു വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വെരിഫൈ ചെയ്തു, ഇത് റിയർ വീൽ ഡ്രൈവാണ്. ട്രാഫിക് ബ്ലോക്കും ബിസി ഷെഡ്യൂൾസും ഒക്കെ കാരണം വലിയ വാഹനങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ ഡെയിലി ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വരിക, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വീട്ടു സാധനങ്ങൾ മേടിക്കാൻ പോവുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് ഹെക്ടിക്കായ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു വണ്ടി കൂടി വീട്ടിൽ വാങ്ങിച്ചിടുന്നതിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള എം ജിയുടെ കോമറ്റ് ഞങ്ങളുടെ ഷോറൂമിൽ ആക്ച്വലി ഗ്രഫൈൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സ്വന്തം കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പെർമിഷൻ എടുത്തതിന് ശേഷം ഇന്ന് ആ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമ്മുടെ കസ്റ്റമറിൻ്റെ വീട് വന്നിട്ട് കാഞ്ഞിരംകുളത്താണ്. അദ്ദേഹം സ്വന്തമായിട്ട് സാംസങ്ങിൻ്റെ ഒരു കഫേ നടത്തുന്നുണ്ട്, നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എം ജി കോമറ്റിൻ്റെ EV. ഇതിന് പുറമെ ഒരു മെർസിഡീസ് ബെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തിലോട്ട് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് ഡെയിലി അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു കഫേയിൽ പോകുന്നതിനും വരുന്നതിനും വേണ്ടിയിട്ടുള്ള യാത്ര, വലിയ വാഹനം കൊണ്ടുപോവുകയും അവിടെ പാർക്ക് ചെയ്യും, നെയ്യാറ്റിൻകരയിൽ അതുപോലെ ട്രാഫിക്കുള്ള സ്ഥലത്തൂടെയൊക്കെ കൊണ്ടുപോവുക, പാർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഡെയിലി ഒരു റുട്ടീനായി വരുമ്പോൾ നമുക്ക് തന്നെ മടുക്കും. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവിടെയും ഈ വലിയ വാഹനം കൊണ്ടുപോകുമ്പോൾ പാർക്കിങ്ങിനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ വാഹനം എന്നുള്ള കോൺസെപ്റ്റിലാണ് എം ജി കോമറ്റ് അദ്ദേഹം ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോമറ്റ് നമ്മൾ എന്തിനാണ് റിവ്യൂവിന് എടുത്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറിൻ്റെ വീട് തൊട്ട് നമ്മുടെ ഷോറൂം വരെ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു റിവ്യൂ വീഡിയോയും കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത്, എന്തുകൊണ്ട് ഈ ഒരു വാഹനം എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ കാരണങ്ങളാണ് ഞാൻ ഈ വാഹനത്തിൽ സ്പെഷ്യലി നോട്ട് ചെയ്തതെന്ന് പറയാം. ഒന്ന്, ഈ ഒരു വാഹനം കൊണ്ട് നടക്കാനുള്ള ഈസിനെസ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ഹെവി വണ്ടി കൊണ്ടുപോകുന്ന ഫീലേ ഇല്ല. 4 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. കാഴ്ചയ്ക്ക് ഇത് വളരെ കുഞ്ഞനാണ്, തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ കുഞ്ഞൻ വാഹനം തന്നെയാണ് എം ജി കോമറ്റ്. പക്ഷേ 4 പേർക്ക് വളരെ സുഖപ്രദമായിട്ടിരിക്കാം. 2 പേര് ഫ്രണ്ട് സീറ്റിലും 2 പേര് ബാക്ക് സീറ്റിലും. അതിൽ കൂടുതൽ ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു 4 സീറ്റർ വെഹിക്കിളാണ്. രണ്ടാമത് എനിക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ വാഹനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കാൽമുട്ട് ഡാഷ്ബോർഡിൽ തട്ടുന്നത് പല വാഹന നിർമ്മാതാക്കളുടെയും ഡാഷ്ബോർഡ് ഡിസൈനിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എം ജി കോമറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ ഡാഷ്ബോർഡ് കഴിഞ്ഞ് ഗിയർ നോബോ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ കൺസോൾ താഴോട്ടൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു ഡാഷ്ബോർഡ് അവിടെ കൊണ്ട് തന്നെ ഫിനിഷ് ആവുകയാണ്. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാനും സാധിക്കുന്നുണ്ട്. 3, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി ഡ്രൈവിലൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഈവൻ പോക്കറ്റ് റോഡിലൂടെ ഓടാനാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. 4, ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചാണ്. സാധാരണ ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സിൽ പലരും തന്നെ അവരുടെ ഒരു സർട്ടിഫൈഡ് റേഞ്ചും പറയാറുണ്ട്. അതിന് പുറമെ പ്രാക്ടിക്കൽ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു റേഞ്ചും പറയാറുണ്ട്. എം ജി അറൗണ്ട് 230 പറയുന്നുണ്ടെങ്കിലും 200+ ആണ് ഈ ഒരു വാഹനത്തിന് നമ്മുടെ കസ്റ്റമറിന് കിട്ടുന്ന റേഞ്ച്. അതായത് 1 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ 0.5% ചാർജ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. 1% കൊണ്ട് 2 കിലോമീറ്റർ മാന്യമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് നമ്മുടെ കസ്റ്റമറിന് കിട്ടുന്നുണ്ട്. റിയൽ ലൈഫ് എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഇവിടെ മിക്സഡ് ഡ്രൈവിംഗ് കണ്ടീഷൻ ഉണ്ട്, ഹെവി ആയിട്ടുള്ള ട്രാഫിക്കിൽ ഓടുന്നുണ്ട്. അങ്ങനെ പല മിക്സഡ് ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഓടിയിട്ടും 1% 2 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് ആവശ്യമായ ഒരു സെക്കൻഡ് കാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു എം ജി കോമറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ ഈ ഒരു എം ജി കോമറ്റിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എം ജിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയുണ്ടായി. ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ എം ജിയുടെ തന്നെ ബാറ്ററി ഓൺ അസിസ്റ്റ് എന്നുള്ളൊരു ഫീച്ചർ ഈ ഒരു വണ്ടിക്കും അവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കോമറ്റിനും അതുപോലെ എം ജിയുടെ വിൻസറിനും എം ജി ZS EV അങ്ങനെ എം ജി സീരീസിൽ വരുന്ന എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഈ ഒരു സ്പെക്ക് അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. എം ജി കോമറ്റിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് വണ്ടിയുടെ ഓൺ റോഡ് ട്രിവാൻഡ്രമാണ് കേട്ടോ. നമ്മുടെ ഒരു കസ്റ്റമർ എടുക്കുന്ന സമയത്ത് അറൗണ്ട് 7.8 സംതിങ് ആണ് ഈ ഒരു വാഹനത്തിന് വിലയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഓൺ റോഡ് പ്രൈസിൽ വീണ്ടും 2 ലക്ഷം രൂപ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അറൗണ്ട് 6 പോയിന്റ് സംതിങ്ങിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡായിട്ട് ഇപ്പോൾ കിട്ടും. എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഓൺ അസിസ്റ്റ് എന്നുള്ള ആ ഒരു സ്പെക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 ലക്ഷത്തി സംതിങ്ങിന് വണ്ടി ഓൺ റോഡ് ഇറക്കുകയും മാസം ബാറ്ററിയുടെ റെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ മാത്രം മതിയാവും. സോ ബാറ്ററി വാറൻറ്റിയെ പറ്റിയൊക്കെ സ്കെപ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല, ഫുൾ ഓൺ റോഡ് ക്യാഷിന് എടുക്കണമെങ്കിൽ 8 പോയിന്റ് സംതിങ്ങിന് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാനും സാധിക്കും. ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മെയിൻ്റനൻസ് കോസ്റ്റ്, അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അറൗണ്ട് 10,000 കിലോമീറ്റർ ഓടിയ ഒരു എം ജി കോമറ്റിൻ്റെ ഒരു റിവ്യൂ ഞാൻ കാണുകയുണ്ടായി.
1000 രൂപയാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആകെ മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ 10,000 കിലോമീറ്റർ ഓടാൻ 1000 രൂപ മെയിൻ്റനൻസ് കോസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഉള്ള ഓട്ടോമൊബൈൽ രംഗത്ത് ഇലക്ട്രിക് കാറുകൾക്കല്ലാതെ മറ്റു ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി എന്താണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എനിക്ക് ഇഷ്ടം തോന്നിയ കുറച്ച് കാര്യങ്ങളും നോക്കാം. ആദ്യം ഈ വണ്ടിയുടെ ഉള്ളിലോട്ട് കയറാം. ഇവിടെ ഇഷ്ടം മാത്രമല്ല, ചെറിയൊരു പേടിയും കൂടിയുണ്ട്. അത്യാവശ്യം വലിയ ഡോറാണ്. ഇടുങ്ങിയ വഴിയിലൂടെ വണ്ടി പോവും. പക്ഷേ ഈ വലിയ ഡോർ നിങ്ങൾ തുറന്ന് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോറിൽ സ്ക്രാച്ച് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ ഡോറിനേക്കാൾ വളരെയധികം വലിപ്പമുള്ള ഡോറാണ്. MG കോമറ്റിൻ്റെ ഈ ഒരു EV നിങ്ങൾ ആക്ച്വലി പ്രാക്ടിക്കൽ ഫാമിലി യൂസിനുള്ള സെക്കൻഡ് കാറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു വേരിയൻറ്റ് ഈ ഒരു ബേസ് മോഡൽ തന്നെയാണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ഡാഷ്ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ബേസ് മോഡൽ വണ്ടിയുടെ ഡാഷ്ബോർഡാണ് ഇത് എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാഹനത്തിന് AC വരുന്നുണ്ട്. അത് മാനുവൽ AC ആണ്, ഓട്ടോ AC ഒന്നും തന്നെയല്ല. മൊബൈൽ ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട് 12 വോൾട്ടിൻ്റെ. അത് 2 USB ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മ്യൂസിക് കേൾക്കുന്നുണ്ട്. പക്ഷേ മ്യൂസിക്കിൻ്റെ ബാക്കി സംഭവങ്ങളൊന്നും കാണാനില്ല. സൗണ്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ പാട്ട് മാറ്റാനോ ഒക്കെ നോക്കിയപ്പോൾ സംഭവങ്ങളൊന്നും തന്നെ കാണാനില്ല. സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ, സ്റ്റിയറിംഗിൽ എല്ലാ ഓഡിയോ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത് ഈ കാണുന്ന ചെറിയ ഡിസ്പ്ലേക്കകത്താണ്. അപ്പോൾ എന്തുകൊണ്ടും പ്രാക്ടിക്കലായ രീതിയിലൊരു ബേസ് മോഡൽ, അതാണ് MG കോമറ്റിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ. അതിന് പുറമെ ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കാണുന്നുണ്ട്. AC വെൻസിൻ്റെയൊക്കെ ചുറ്റും ഒരു ക്രോം സറൗണ്ടിങ് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ബേസ് മോഡൽ വാഹനങ്ങളുടെ AC വെൻ്റൊക്കെ കാണാൻ അത്ര പ്രീമിയം ഫീൽ കൊടുക്കാറില്ല. പക്ഷേ ഇതിന് ബേസ് മോഡൽ ആണെങ്കിൽ പോലും എല്ലാ രീതിയിലുള്ള പ്രീമിയംനെസ്സും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 2 പവർ വിൻഡോയും വരുന്നുണ്ട്. അതും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ്. സെൻട്രൽ കൺസോളിൽ തന്നെ നൽകിയിട്ടുണ്ട്. എൻ്റെ ഹൈറ്റ് ആക്ച്വലി 172 ആണ്. ഞാനിപ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. എനിക്ക് കംഫർട്ടബിളായിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആക്ച്വലി ഇത്രയും ബാക്കിലോട്ട് സീറ്റ് ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു അല്പം കൂടി സീറ്റിനെ മുന്നോട്ടിടാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഇരുന്നാലും എൻ്റെ കാൽമുട്ടുകളൊന്നും തന്നെ ഡാഷ്ബോർഡിൽ തട്ടുന്നൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ വണ്ണമുള്ള 2 ആൾക്കാരാണ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നതെങ്കിൽ ഷോൾഡറുകൾ പരസ്പരം തട്ടും. അതിപ്പോൾ എല്ലാം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ച് നടക്കത്തില്ല. കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു പോക്കറ്റ് കാറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിട്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാണ്ട് ലെഗ് റൂമിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഹെഡ് റൂമിൻ്റെ കാര്യത്തിലും വളരെ അടിപൊളിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ള അത്യാവശ്യം പ്രീമിയം എന്ന് പറയപ്പെടുന്ന പല വാഹനങ്ങളുടെയും ഹെഡ് റൂമിൻ്റെ കാര്യം വളരെ ശോകമാണ്. പക്ഷേ അത് കോമറ്റിൻ്റെ ഫ്രണ്ട് റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് റൂമൊക്കെ സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് സീറ്റിൽ കൂടി ഞാൻ ഇരുന്നൊന്ന് കാണിക്കുകയാണ്. ഈ രീതിയിലാണ് ബാക്ക് സീറ്റിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റർ വന്നിട്ട്. ഇനി ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് കൂടി നിവർത്തി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് സീറ്റ് മാക്സിമം പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ആ ഫോണൊന്നും തരാമോ, ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് എനിക്ക് കിട്ടുന്ന ലെഗ് റൂം എന്ന് പറയുന്നത്. ഇത് മാക്സിമം ബാക്കിലേക്ക് ഈ ഒരു സീറ്റിനെ ഇട്ടതിന് ശേഷമുള്ളതാണ്. ഇത്രയും ബാക്കിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. എങ്കിലും ഇൻ കേസ് ബാക്കിലോട്ട് ഇടണമെങ്കിൽ പോലും നമുക്ക് 172 ഒക്കെ ഹൈറ്റുള്ള ഒരാളിന് കാൽമുട്ട് തട്ടാതെ കംഫർട്ടബിളായിട്ട് ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹെഡ് റൂമിൻ്റെ കാര്യത്തിലും മാറ്റം ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ടിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഹെഡ് റൂം വരുന്നത്. ഞാൻ തരാം. ഇതാണ് എനിക്ക് ബാക്ക് സീറ്റിൽ കിട്ടുന്ന ഹെഡ് റൂം വന്നിട്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് റിയർ സൈഡിലും ഹെഡ് റൂമിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതൊരു പെർഫെക്റ്റ് ഫാമിലി കാർ എന്നുള്ള രീതിയിൽ സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം സ്റ്റോറേജ് ആണ്. വാഹനത്തിൻ്റെ ഡോറിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡിലും സ്റ്റോറേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഫിഷോ മീറ്റോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതിനെ ഹുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഹുക്സും വാഹനത്തിൻ്റെ ഡാഷിനടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെയും വയ്ക്കാം. പക്ഷേ അതൊട്ട് റെക്കമെൻഡഡ് അല്ല. ഇപ്പോൾ ബോട്ടിൽസ് പോലുള്ള സാധനങ്ങളൊന്നും ഇവിടെ വയ്ക്കാണ്ടിരിക്കുക. അത് ഉരുണ്ടുപോയി ബ്രേക്കിലോ അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ ഇടയിൽ വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം അത് കവറിട്ട് ഈ ഒരു ഹുക്സ് യൂസ് ചെയ്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. 2 ഡോർ പാഡ്സിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ പുറമെ ഈ വാഹനത്തിന് ബൂട്ട് സ്പേസും MG നൽകിയിട്ടുണ്ട്. ഞാൻ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് ഭീകരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ഒന്നുമില്ല.
പക്ഷേ ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ബാഗോ ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീട്ടിലോട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിനകത്ത് വയ്ക്കാം. അല്ല കൂടുതൽ സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. 2 പേര് മാത്രമേ യാത്ര ചെയ്യാനായിട്ടുള്ളൂ, കുറച്ചധികം സാധനം വീട്ടിലേക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സഫീഷ്യൻ്റ് ആയൊരു ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ സീറ്റ് കവർ ഒന്നും ബേസ് മോഡലിനോടൊപ്പം കോമറ്റിൻ്റെ മാനുഫാക്ചർ കൊടുക്കുന്നതല്ല. ഇത് രണ്ടാമത് കസ്റ്റമർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തൊരു ആക്സസറീസാണ് ഈ ഒരു സീറ്റ് കവർ എന്ന് പറയുന്നത്. അതിന് പുറമെ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ആകെ ചെയ്തിട്ടുള്ളൊരു കസ്റ്റമൈസേഷൻ എന്നുള്ളത്. മാക്സിമം ഇലക്ട്രിക് കാറുകളിൽ കസ്റ്റമൈസേഷൻ അധികം ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇതൊക്കെ തന്നെ സെൻസറുകളൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അഡീഷണലായിട്ട് പരിചയമില്ലാത്ത ഒരാളാണ് ഈ പറഞ്ഞ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പണി കിട്ടും. അത്തരത്തിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബേസ് മോഡലാണെങ്കിലും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. റിയർ സൈഡിൽ നോക്കിയാലും ആ ടെയിൽ ലാമ്പിൻ്റെ ഒക്കെ ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ഓരോ കമ്പോണൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അല്ലാണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് ബേസ് മോഡലാണെങ്കിൽ അതിനിങ്ങനെ മതി എന്നുള്ളൊരു ട്രെൻഡൊന്നും MG എന്തായാലും സ്വീകരിച്ചിട്ടില്ല. 12 ഇഞ്ചിൻ്റെ ടയർ പ്രൊഫൈലാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. MG കോമറ്റിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ ആൻഡ് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിൽ വരുന്ന മോഡൽ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബേസ് മോഡൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. ആക്ച്വലി ഇതിനെ ബേസ് എന്ന് വിളിക്കാൻ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പല മാനുഫാക്ചേഴ്സിൻ്റെ ബേസ് മോഡൽ കണ്ണ് തള്ളിയിട്ട് ഇതിൻ്റെ ബേസ് മോഡൽ കാണുമ്പോൾ അതിനെ ബേസ് എന്ന് വിളിക്കാൻ തോന്നിയിട്ടില്ല. സോ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു വെർഷൻ എടുക്കുന്നതിനാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എനിക്ക് തോന്നിയതാണ് കേട്ടോ. പലർക്കും പല രീതിയിലായിരിക്കാം. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത്. എൻ്റെ അറിവിലൊരു സെക്കൻഡ് കാർ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാഹനം ചൂസ് ചെയ്യുമ്പോൾ സിറ്റിയിലൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം, പെട്ടെന്ന് പാർക്ക് ചെയ്യാനായിട്ട് പറ്റണം, പിന്നെ മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടണം. ഇലക്ട്രിക് കാറിനെ സംബന്ധിച്ചിടത്തോളം റേഞ്ചാണ്. ഇതിന് 200 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന് പുറമെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ അപ്രോക്സിമേറ്റ് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി രീതിയിൽ തന്നെ നിൽക്കണം. ഇതൊക്കെയാണ് സെക്കൻഡ് കാർ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാഹനം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, മിക്സി ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടോ അത് അത്യാവശ്യമാണ്. ഇപ്പോൾ AC ഇല്ലാത്തൊരു വാഹനത്തിനെ പറ്റി നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടീഷനിൽ ചിന്തിക്കാൻ പറ്റില്ല. ഈ വാഹനത്തിന് AC വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ എല്ലാം തന്നെയുണ്ട്. സേഫ്റ്റിയുടെ നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് വാർണിംഗ് വരുന്നുണ്ട്. അത് 4 സീറ്റിനും ഉണ്ട് കേട്ടോ. ഫ്രണ്ട് 2 സീറ്റിനും ബാക്ക് 2 സീറ്റിനും സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ആളിരുന്ന് കഴിഞ്ഞാൽ നിലവിളിയും ബഹളമായിരിക്കും. അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആകെ ആഡ് ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം ഒരു റിവേഴ്സ് ക്യാമറ. ബിക്കോസ് നമ്മളിപ്പോൾ ഈവൻ ടൈറ്റ് ആയിട്ടുള്ള പോക്കറ്റ് റോഡിലൂടെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് വേറെ സ്ക്രാച്ചസ് ഒന്നും വരാതെ പാർക്ക് ചെയ്യാൻ നല്ലൊരു റിയർ ക്യാമറയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വാഹനം പെർഫെക്റ്റായി കഴിഞ്ഞു എന്ന് ഉള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു കയറ്റത്തിൽ വണ്ടി റോൾ ബാക്ക് ചെയ്താൽ തനിയെ കയറി വരുമോ ഇല്ലേ എന്നുള്ളതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം ചെറിയ മോട്ടറൊക്കെ ആണല്ലോ ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇക്കോ മോഡലാണ്. അതുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഇക്കോ മോഡലാണ് ഇപ്പോൾ വാഹനം കിടക്കുന്നത്. നല്ല കയറ്റമാണ്. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആക്സിലേറ്റർ ഞാൻ കൊടുക്കാനേ പോകുന്നില്ല. വണ്ടി പിന്നിലോട്ട് വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ക്രീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് മുന്നോട്ട് കയറി പോകുന്നുണ്ട്. ലിമിറ്റഡ് സ്പീഡിലാണ്. അറൗണ്ട് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വണ്ടി കയറി പോകുന്നത്. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. ഞാനൊന്ന് വണ്ടി ഒതുക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. വലിയ വണ്ടിയും കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു സ്ഥലത്ത് ചെന്ന് ചാടി പോകുന്നു എന്നുണ്ടെങ്കിൽ പെട്ടുപോയത് തന്നെ. എനിക്കിപ്പോൾ ഈസി ആയിട്ട് തന്നെ ഈ വണ്ടി ഒതുക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ഡ്രൈവറായിട്ടും പറയുന്നുണ്ട് ഫ്രണ്ടിലോട്ട് സ്ഥലമുണ്ട്, ധൈര്യമായിട്ട് കയറ്റിക്കുമെന്ന്. ഞാൻ ഈസി ആയിട്ട് തന്നെ എനിക്ക് വണ്ടി മാറ്റി കൊടുക്കാൻ സാധിച്ചു. ഒരു സ്കൂൾ ബസ്സിനാണ് സ്പേസ് കൊടുത്തത്. ഇത് എൻ്റെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഡസ്റ്റർ ഉണ്ടെങ്കിൽ പോലും നടക്കില്ല. ഒന്നെങ്കിൽ ബസ്സുകാരൻ ബാക്കിലോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ബാക്കിലോട്ട് എടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പക്ഷേ ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വണ്ടി മാറ്റി കൊടുക്കാനായിട്ട് സാധിച്ചു. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള വഴിയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വണ്ടി ധൈര്യമായിട്ട് അങ്ങോട്ട് ഒതുക്കി ഇട്ട് കൊടുക്കാം. വേറെ ഒരയോ പേടിക്കോ പെയിൻറ്റ് പോവോ തട്ടുവോ അങ്ങനെ ഒന്നും പേടിക്കണ്ട. പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റി ഒരു രക്ഷയില്ല. കയറി ഇരുന്ന ഒരു ഗാലറിയിൽ ഇരിക്കുന്ന ഫീലാണ്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം. സൈഡിൽ വലിയൊരു വിൻഷീൽഡ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ സൈഡ് വ്യൂവിനും യാതൊരു കുഴപ്പമില്ല. അതായത് ഈ വണ്ടിക്കൊന്നും 360 ക്യാമറയുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ചുറ്റുമുള്ള എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ബോണറ്റ് ഏരിയ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓവറായിട്ട് പേടിക്കാൻ വേണ്ട. നമുക്ക് വണ്ടി തിരിക്കുമ്പോൾ ഫ്രണ്ട് തട്ടുമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈസി നമ്മൾ എന്താണോ ഫ്രണ്ടിൽ കാണുന്നത് അത് തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ്.
ഇപ്പോൾ ഈ വിൻഷീൽഡാണ് നിങ്ങൾ നേരെ കാണുന്നത്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഏരിയയും. അല്ലാണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് നീളമൊന്നും തന്നെ ഇതിന് വരുന്നില്ല. അതുകൊണ്ട് സ്ക്രാച്ചസ് വരുമോ, ഈ വളവ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ക്രാച്ച് ആയി പോവോ, അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് മാക്സിമം റേഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ കസ്റ്റമർ പറഞ്ഞു തന്നതാണ്. ഈ വാഹനത്തിന് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എത്രത്തോളം കിലോ വാട്ടാണ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അത് ഒരു 4 കിലോ വാട്ടിനകത്ത് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്ത് ഓടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റേഞ്ച് തന്നെ ഈ വാഹനത്തിൽ നിന്ന് കിട്ടും. അതായത് ഇപ്പോൾ കറക്റ്റ് 4 കിലോ വാട്ടാണ്. ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ ആ ഒരു ഉപയോഗം വളരെ ഐഡിയലായിട്ട് ചെയ്യാനും സാധിക്കും. നല്ലൊരു റേഞ്ചും വണ്ടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. MG കോമറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ ഉടനെ റിപ്ലൈ ചെയ്യാം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്യാം. എന്തായാലും ഈ ഒരു വാഹനം നമ്മുടെ സിയോണിൽ വന്നത് ഗ്രഫൈൻ കോട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രഫൈൻ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു മിൻ കണ്ടീഷനിലോട്ട് വെഹിക്കിൾ മാറ്റിയിട്ടുണ്ട്. ഗ്രഫൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇതിൻ്റെ കളർ ഫെയ്ഡ് ആകുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. യെല്ലോ ഷെയ്ഡൊക്കെ സാധാരണ വൈറ്റ് കളർ വണ്ടികൾക്ക് കാലപ്പഴക്കം കൊണ്ട് വരുന്നതാണ്. അതൊക്കെ തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഈ പറഞ്ഞ ഗ്രഫൈൻ കോട്ടിംഗ് സഹായിക്കും. പെട്ടെന്ന് കറകളൊന്നും തന്നെ ബോഡിയിലോട്ട് വീഴത്തില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ ചെറിയ രീതിയിൽ കറകളായെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് വീട്ടിലെത്തിയതിനു ശേഷം വണ്ടി ഒന്ന് വാഷ് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. വാഹനത്തിൻ്റെ ക്വാളിറ്റി, പെയിൻ ക്വാളിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വണ്ടിയെ വാഷ് ചെയ്യാനും എളുപ്പമാണ്. വണ്ടിയെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തുടച്ച് ഡ്രൈ ആക്കി മാറ്റാനും എളുപ്പമാണ്. ഇത് വാഹനത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് മാത്രമാണ്. ഈ ഒരു ഗ്രഫൈൻ കോട്ടിംഗ് അല്ലെങ്കിൽ നാനോ ഡയമണ്ട് കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞും വണ്ടി ഓടാതൊന്നും ഇരിക്കത്തില്ല, ഓടിക്കോളും. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ രീതിയിൽ തന്നെ ഓടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കാർ ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിയോണിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.